ഹലോ ഗായ്സ്, ഞങ്ങൾ വീണ്ടും വന്നു ചെറിയൊരു വീഡിയോ. എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ജീവൻകുട്ടിനെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനൊരു റോള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബ്രൗൺ കളറ് കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ അതിനെക്കാട്ടി തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ്. ഏകദേശം ഒരു റോളിനെ കണ്ട് 200 സംതിങ് രൂപയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫ്ലോറിലേക്ക് ഇട്ട് കൊടുത്ത് പുള്ളിക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ടാണ്, കളേഴ്സ് സ്റ്റിക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്ലാനിലേക്ക്, കാരണം അവിടെ ഇവിടെയൊക്കെ വരച്ച് വെക്കാതിരിക്കാം. ബുക്സിൽ കൂടുതൽ വരയ്ക്കുമെങ്കിലും അവിടെ ഇവിടെയൊക്കെ വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് നമ്മൾ നൂത്തിട്ടിട്ട് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് അവന് കളിക്കുന്ന ഒരു ഇതിൽ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓടി വന്നു. അതിൽ വരയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും പുള്ളി കണ്ടപ്പോൾ തന്നെ പുള്ളി ഓടി വന്നു. പുള്ളിയുടെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങി. എന്നാൽ പിന്നെ ഞാനൊന്ന് വരച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓൾറെഡി പരിപാടി തുടങ്ങി. അപ്പോൾ അത് റോള് തിരിച്ച് മടങ്ങി വന്നപ്പോൾ ദേഷ്യം വന്നു. പിന്നെ റോള് ഞാൻ കുറച്ചും കൂടെ നൂത്തിട്ടിട്ട് അവിടെ ഒരു ഇത് വെച്ച് കൊടുത്തു. അങ്ങനെ പുള്ളി അതിലേക്ക് കയറി എന്ത് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയിലേക്കാണ്. അപ്പം അതിങ്ങനെ നൂത്തിടുകയാണ്. ആ റോള് തിരിച്ച് വരുമ്പോൾ പുള്ളിക്ക് ദേഷ്യം വരും. അത് പുള്ളി പിന്നെ നീത്തിടും. അങ്ങനെ പുള്ളി അതിൻ്റെ ഒരു പരിപാടിയിലേക്ക് ഇങ്ങനെ എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കളിക്കുക എന്നുള്ളൊരു രീതിയിൽ. ഇപ്പോൾ ക്രയോൺസ്, ക്ലേ ഒക്കെ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ ക്രയോൺസും കുറച്ച് സ്കെച്ചും കാര്യങ്ങളും എടുത്തിട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് പുള്ളി അതിലേക്ക് എഴുതാൻ തുടങ്ങി. ഓരോരോ കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുതാറൊന്നും ആയിട്ടില്ല, ചുമ്മാ കുത്തി വരച്ച് വെക്കും. പക്ഷെ അത് അയാൾ പറഞ്ഞത് കുത്തി വരയ്ക്കുമ്പോൾ ഓരോരോ വാക്കുകൾ പറയും, അത്രേ ഉള്ളൂ. പിന്നെ അപ്പം ആണ് ക്ലേ എടുത്തിരുന്നത്. എന്നാൽ പിന്നെ കുറച്ച് നേരം ക്ലേ ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്ലേ എടുത്ത് കിട്ടുന്നു. ആളെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. ആൾക്ക് ഇങ്ങനെ ക്ലേയേഴ്സ് പിന്നെ മണ്ണ് ഒക്കെ നമ്മളിങ്ങനെ ഫ്ലാറ്റിനകത്തായതുകൊണ്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുന്ന കൂടുതലും മണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ റോള് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പിന്നെ ക്ലേയും മണ്ണും സ്റ്റിക്കേഴ്സൊക്കെ കുറച്ചും കൂടി നമുക്ക് പറ്റുന്ന റേറ്റിലുള്ളത് മീഷോയിൽ നിന്നാണ്ട് ഞാൻ കുറേ മീഷോയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ക്ലേ പിന്നെ കളറുള്ള മണ്ണ്. ഈ മണ്ണ് നല്ലതാണ്, കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അതിനെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് സ്റ്റിക്കേഴ്സ് ജീവൻ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്രിഡ്ജിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. ഇപ്പോൾ ഷീറ്റ് കഴിഞ്ഞ ശേഷം പുള്ളി അതിനകത്തേക്ക് കൂടുതലായി അതിലേക്ക്. അപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ ഒരുപാട് നേരം ഇരുന്ന് കളിക്കാനൊരു എൻ്റർടൈൻമെൻറ്റ് നല്ലൊരു ഇതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. സ്ക്രീൻ ടൈം കുറയും. ഓൾറെഡി ഞാൻ 2 പേർക്കും സ്ക്രീൻ ടൈം അങ്ങനെ കൊടുക്കാറില്ല. സ്ക്രീന് മാക്സിമം ഞാൻ മൊബൈലിൽ നിന്ന് ഒഴിവാക്കും. 2 പേരും അങ്ങനെ കാണാറില്ല. 2 പേർക്കും ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള ക്ലേ, കളറ്, സ്റ്റിക്കറുകളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ പുള്ളി ഓൾറെഡി അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നത്. സ്റ്റിക്കേഴ്സ് വളരെ നല്ലതാണ്. കുട്ടികളുടെ ഹാൻഡ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇതാവാൻ വേണ്ടി നല്ലതാണ്. കളേഴ്സ് കുറേ കൂടെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആട്ടെ. അപ്പോൾ ക്രയോൺ ഞാൻ ഓൾറെഡി അവിടെ പൊട്ടിച്ചിട്ടുന്നത് പുള്ളി കണ്ടില്ല. അപ്പം പുള്ളിയാണ് എടുത്തിട്ട് അയ്യോ ക്രയോൺ എന്തിയേ എന്ന് ചോദിക്കുവാണ് എന്നോട്. അയ്യോ ക്രയോൺ തീർന്ന് അവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി അത് നോക്കുവാണ് എവിടെയാണ് ക്രയോൺസ് കിടക്കുന്നതെന്ന്. ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഞാൻ അവനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഇതിനകത്തായതുകൊണ്ട് അവൻ വഴക്കിടാതിരിക്കുമെന്ന്. അവൻ വഴക്കുകളും കാര്യമുള്ളൊന്നും കുട്ടിയല്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവൻ നല്ല സൈലൻറ്റുമാണ്, നല്ല രീതിയിൽ കളിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.